എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ദൈവ തിരുനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവ നിയോഗിതമല്ലാത്ത വചന ശുശ്രൂഷകൾ എന്നുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ചിന്തിക്കും, അതെന്താണ് ഈ ദൈവ നിയോഗിതമായതും ദൈവ നിയോഗിതം അല്ലാത്തതുമായ വചന ശുശ്രൂഷ? ഇത് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മുടെ ആത്മീക സംഗമങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ സമ്മേളിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വചന ശുശ്രൂഷകളെ ശരിയായി ആത്മാവിൽ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തി, ഒരു സുവിശേഷകൻ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ അല്ലെങ്കിൽ ഒരു മൂപ്പൻ, അദ്ദേഹം ദൈവവചനം ശുശ്രൂഷ ചെയ്യുമ്പോൾ അനിവാര്യമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 1 കൊരിന്ത്യർ 11 അധ്യായത്തിൽ പൗലോസ് പറഞ്ഞ പോലെ കർത്താവിൽ നിന്ന് പ്രാപിച്ച് അവതരിപ്പിക്കുന്ന ശുശ്രൂഷയാണ്. ഒരു പ്രാദേശിക സഭയിൽ നാം ചെയ്യുന്ന വചന ശുശ്രൂഷയ്ക്ക് ആത്യന്തികമായി ഉണ്ടാകേണ്ട 2-3 പ്രയോജനങ്ങളുണ്ട്. ഒന്ന്, ഇത് കേൾക്കുന്ന വിശ്വാസികൾക്ക് ആത്മീക വർധനയുണ്ടാവണം. അവർക്ക് ഇടർച്ചയല്ല, വെറുപ്പല്ല, വിദ്വേഷമല്ല, ആത്മീക വർധന ഉണ്ടാവണം. രണ്ടാമത്തെ വിഷയം, ആ പ്രാദേശിക സഭയിൽ ഏതെങ്കിലും വിശ്വാസിനികൾ പിന്മാറ്റാവസ്ഥയിൽ മറ്റോ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ ദൈവസേനയിൽ യഥാസ്ഥാനപ്പെടുവാൻ കഴിയുന്ന ഒരു ചലഞ്ച്, അതായത് ഒരു സ്പിരിച്വൽ ചലഞ്ച്, ഒരു ആത്മീകമായ വെല്ലുവിളി, ഒരു മോട്ടിവേഷൻ അവർക്ക് നൽകണം. മൂന്നാമത് പറയാൻ പോകുന്നതാണ് ആദ്യം പറയേണ്ടത്. ആ ശുശ്രൂഷ കൊണ്ട് ദൈവനാമം മഹത്വപ്പെടണം. The spiritual edification of the body, reinstatation or reconciliation of those who have withdrawn, and then the glory of God. ഇത് മൂന്നുമാണ് അതിപ്രധാനമായി ഒരു വചന ശുശ്രൂഷയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എന്നാൽ നിർഭാഗ്യവശാൽ പല പ്രാദേശിക സഭകളിലും വചന ശുശ്രൂഷയുടെ സമയം മറ്റുള്ളവരെ കുത്താനും മുറിവേൽപ്പിക്കാനും ആരോടെങ്കിലും വ്യക്തിപരമാകുന്ന വിരോധമോ വൈരാഗ്യമോ ഇഷ്ടക്കേടോ ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയാൻ ഇൻഡയറക്റ്റായി ഉപയോഗിക്കുന്ന ഒരു മാർഗമായി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു വ്യക്തിയോട് ഇഷ്ടക്കേടെന്ന് ചിന്തിക്കുക. അദ്ദേഹത്തിൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചതായിരിക്കാം ഈ ഇഷ്ടക്കേടിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അങ്ങനെയാണ് എൻ്റെ അനുഭവത്തിലൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റ് ചില ആളുകൾ ഗുരുതരമായി ചെയ്യുന്ന ചില തെറ്റുകൾ അത് വചനപ്രകാരം ശരിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധിപത്യ ബലം കൊണ്ടോ കുടുംബ ബലം കൊണ്ടോ പണത്തിൻ്റെ സ്വാധീനത കൊണ്ടോ അല്ലെങ്കിൽ സമൂഹത്തിലെ ഉള്ള സ്വാധീനത കൊണ്ടോ മറ്റുള്ളവരെ സത്യം ചൂണ്ടിക്കാണിക്കുന്നവരെ, തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നവരെ, തിരുത്താൻ ശ്രമിക്കുന്നവരെ, വചനം കൊണ്ട് പ്രബോധിപ്പിക്കുന്നവരെ അമർത്തിക്കളയുക എന്നുള്ള പിശാചിൻ്റെ പണി ചെയ്യുന്ന പല ശുശ്രൂഷകന്മാരും ഉണ്ട്. നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിന് വെളിയിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ സന്ദർശിക്കുന്നവരാണ് നമ്മുടെ ദേവദാസന്മാർ. അവർ സന്ദർശിക്കുമ്പോൾ ആ ഏതൊരു പ്രാദേശിക സഭയിലേക്ക് താൻ ക്ഷണിക്കപ്പെടുന്നുവോ അവിടെ അദ്ദേഹം ഒരു വിസിറ്റർ, അതായത് ക്ഷണിതാവ് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പ്രാദേശിക സഭ, ദൈവത്തെ ആരാധിക്കുന്ന സഭ മാത്രമാണ് അദ്ദേഹത്തിന് ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന. ആധികാരികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സഭ എന്ന് പറയാൻ കഴിയുന്നു. മറ്റെല്ലാം കർത്താവിൻ്റെ സഭയുടെ വിവിധ ബ്രാഞ്ചുകളും. എന്നാൽ അവിടെ ശുശ്രൂഷ ചെയ്യുന്നവർ വ്യത്യസ്തരുമാണ്. അവിടെ നമ്മളൊരു ഗസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മളെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ശുശ്രൂഷയ്ക്കായി നമ്മളെ വിളിക്കുമ്പോൾ നാം ചെയ്യേണ്ടത്, നമുക്ക് ഒരു പ്രാദേശിക സഭയുടെ നിലവിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഭിന്നതകളോ ഒക്കെ ആ സ്ഥലം സഭയിലുണ്ടെങ്കിൽ അതിൻ്റെ വസ്തുതാപരമായിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയത്തില്ല. പിന്നെ നമ്മൾക്കറിയാവുന്നത് അവിടെയുള്ള ഏതെങ്കിലും ആളുകളിൽ നമ്മളോട് പറഞ്ഞ് നമ്മെ ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. എനിക്കും അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരിക്കൽ ഞാനൊരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാൻ ചെന്നപ്പോൾ, ഇവിടെയല്ല, ഇന്ത്യക്ക് വെളിയിലാണ്, ഒരു സഹോദരനോട് പറഞ്ഞു, ബ്രദറെ, വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും അത് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ഒന്ന് മനസ്സിലാകത്തക്ക നിലയിൽ സൂചിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ സഹോദരനെ നോക്കി ചിരിച്ച ശേഷം പറഞ്ഞു, കർത്താവ് ഈ സ്ഥലം സഭയിൽ സംസാരിക്കാൻ എൻ്റെ ഹൃദയത്തിൽ നൽകിയിട്ടുള്ള ആത്മപ്രേരിതമാകുന്ന ദൈവവചനം ഒഴികെ മറ്റൊന്നും ഞാൻ സംസാരിക്കുകയില്ല. അതിന് ഞാൻ ചൂണ്ടിക്കാണിച്ച വാക്യം കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഒരു വചനഭാഗമാണ്. കൊരിന്ത്യരോട് പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നാൽ
ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ ഒഴികെ മറ്റൊന്നും അറിയാത്തവനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന ക്രിസ്തുവിനെ ഒഴികെ മറ്റൊന്നും അറിയാത്തവനായി ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് പൗലൂസിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. എന്ന് വച്ചാൽ കർത്താവിൽ നിന്ന് താൻ പ്രാപിച്ച കാര്യങ്ങൾ ദൈവസഭയുടെ ആത്മീയ വർധനയ്ക്കും വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനും അതുപോലെ പിന്മാറ്റക്കാരെ ദൈവത്തിലേക്ക് മടങ്ങി വരുന്നതിനും കർത്താവിൻ്റെ നാമം മഹിമപ്പെടുന്നതിനും പ്രയോജനകരമായി തീരുക എന്നല്ലാതെ ഒരക്ഷരം പോലും ഞാൻ പറയുകയില്ല എന്നാണ് പൗലൂസ് പറയുന്നതിൻ്റെ സാരം. അപ്പം നമ്മൾക്കൊക്കെ സാധാരണയായി ഒരു ടെൻഡൻസി ഉണ്ടാവാം, എല്ലായിടത്തെയും കാര്യങ്ങളല്ല. എനിക്കിങ്ങനെ ഒരു അനുഭവം ഒരു പ്രാവശ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ പിന്നീട് ഒരിക്കൽ പോലും ആരും എന്നോട് അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. എന്നാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടായ വേറെ ചില ശുശ്രൂഷകന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ശുശ്രൂഷകൻ പറഞ്ഞു, അതേ ഒരു പ്രാദേശിക സഭയിൽ ഒരു ക്ലാസ് 3-4 ദിവസത്തെ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് താൻ ചെന്ന് താമസിച്ച വീട്ടിലെ സഹോദരൻ പറഞ്ഞു, ഇത് എല്ലാ സ്ഥലസഭകളുടെയും കാര്യമല്ല, ഇദ്ദേഹം എന്നോട് വസ്തുതാപരമായി സൂചിപ്പിച്ചൊരു കാര്യം ഞാൻ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മൂപ്പനായി പ്രവർത്തിക്കുന്ന ആൾ ഇന്നിൻ്റെ നിലയിലാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് 2 കൊട്ട് കൊടുത്തേക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം സഭാകളിലേക്ക് ചെല്ലുമ്പോൾ ഒരു സഹോദരൻ തന്നെ വേറിട്ടുകൊണ്ട് പറഞ്ഞു, മൂപ്പനും സുവിശേഷകനും തമ്മിൽ അത്ര നല്ല രമ്യതയിലല്ല, അതുകൊണ്ട് 2 പേർക്കും ഒന്ന് കൊള്ളത്തക്കോണം കൈകാര്യം ചെയ്തേക്കണം എന്ന് പറഞ്ഞു. മൂന്നാമത് അദ്ദേഹം ഹോളിനകത്ത് ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, ഇവിടെ ചില എക്കച്ചക്കലുകളൊക്കെ ഉണ്ട്, അതായത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എല്ലാവർക്കും കൊള്ളത്തക്കോണം വേണം സംസാരിക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതറിയാവോ, വാസ്തവത്തിൽ ഞാൻ ഒരുക്കിക്കൊണ്ട് വന്നിരിക്കുന്ന മെസ്സേജ് ഇവിടെ സംസാരിക്കണോ, അതോ ഈ പറഞ്ഞ ആളുകൾ പറഞ്ഞ പോലെ കൂട്ടുമൂപ്പനിട്ട് കൊട്ടുകൊടുക്കാനും ഉപദേശിക്കിട്ട് കൊട്ടുകൊടുക്കാനും ബാക്കി വിശ്വാസികൾ ചിലക്കുള്ള കൊട്ടുകൊടുക്കാനുള്ള വേദിയാണോ ദൈവവചന പഠന ക്ലാസ് അല്ലെങ്കിൽ ആരാധനാ യോഗങ്ങൾക്ക് ശേഷമുള്ള വചന ശുശ്രൂഷ? കൂലങ്കക്ഷമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. പല സഭകളും ആത്മീകമായി അധപ്പതിച്ചു പോകുന്നതിനും അതുപോലെ ദൈവകൃപ ഇല്ലാതിരിക്കുന്നതിനും ദൈവചൈതന്യം അശേഷമില്ലാതെ അശേഷം മുടിഞ്ഞു പോകുന്നതിനും കാരണമായി ഭവിക്കുന്നത് ഇങ്ങനെയുള്ള ദുരാലോചനകൾ നൽകുന്ന ആളുകളുടെ ആലോചനയ്ക്ക് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാരാണ്. കർത്താവിൽ നിന്ന് പ്രാപിച്ച് ദൈവം എന്നോട് അരുളി ചെയ്ത് മാത്രമേ ഞാൻ നിന്നോട് സംസാരിക്കുകയുള്ളൂ എന്ന് പറയാൻ ദൃഢനിശ്ചയം ചെയ്യപ്പെട്ടവനായിരിക്കണം ദൈവവചന ശുശ്രൂഷ ചെയ്യേണ്ടത്. ആരെങ്കിലും ഒരു സഹോദരന് ഏതെങ്കിലും ചില പ്രത്യേക ഇൻസെൻറ്റീവ്സ് ഇദ്ദേഹത്തിന് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു നല്ല കൈമുടക്ക് കൊടുത്തിട്ട് ഇങ്ങനെയൊന്ന് സംസാരിച്ചുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നയാൾ ദൈവത്തിൻ്റെ ശുശ്രൂഷയല്ല, തനിക്ക് പണം കൊടുത്ത അല്ലെങ്കിൽ തനിക്ക് മറ്റ് പിൻബലം നൽകുന്ന ആളിൻ്റെ വക്താവായിട്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ടുള്ള പഞ്ചഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ പിന്നെ പ്രവാചക പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവിടെയൊക്കെ ആവർത്തിച്ച് പറയുന്നൊരു വാക്യമുണ്ട്, ദസ് സേ ദ ലോർഡ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയാണ് അരുളി ചെയ്യുന്നതെങ്കിൽ യഹോവ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഒരു ശുശ്രൂഷകൻ ദൈവവചനത്തിൻ്റെ മുമ്പാകെ സമയം ചെലവഴിച്ച് ധ്യാനിക്കണം. ഞാൻ ആരെയും വ്യക്തിപരമായി പറയാൻ വേണ്ടിയല്ല. അല്പസമയം മുമ്പ് ഒരു സുവിശേഷ വേലക്കാരന് യഥാർത്ഥമായി ദൈവവിളിയുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് 2 ലക്ഷണങ്ങൾ ഏറ്റവും കുറഞ്ഞത് കാണും എന്ന് പറഞ്ഞൊരു ഒരു ലേഖനം ഞാൻ എഴുതി. അതിൽ ഒന്നാമത്തെ ഗുണം ഞാൻ പറഞ്ഞത്, അവൻ ദൈവത്താൽ നിയോഗിതനും കർത്താവ് വിളിച്ച് ശുശ്രൂഷയ്ക്ക് വേർതിരിച്ചിട്ടുമാണെങ്കിൽ മനുഷ്യനെ ഭയപ്പെടുകയില്ല. അതിൻ്റെ തെളിവാണ് പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം. ഞങ്ങൾ ദൈവത്തെക്കാൾ അധികം മനുഷ്യരെ ഭയപ്പെടുന്നത് യോഗ്യമോ എന്ന് നിങ്ങൾ തന്നെ വിധിപ്പീൻ. ഞങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്ന് യഹൂദന്മാരുടെ മതകോടതിയായ സന്നിധിയും സംഘത്തോട് മഹാപുരോഹിതന് അധ്യക്ഷനായ സംഘത്തോട് നെഞ്ചുപിരിച്ചെന്ന് പറഞ്ഞവനാണ് അപ്പോസ്തലനായ പൗലൂസ്. വിശ്വാസികളുടെ ഇടയിലുള്ള ജീവിത വിശുദ്ധിയുടെ അപര്യാപ്തതയും മൂല്യച്യുതിയും ഉപദേശത്തിന് വിപരീതമായ പ്രവൃത്തികളും ദൈവജനത്തെ ഓർപ്പിച്ച് ഉണർത്തുന്നത് ഒരു ശുശ്രൂഷകൻ്റെ ദൗത്യമാണ്. അല്ലാതെ വിശ്വാസികളുടെ പൈസ എനിക്ക് മക്കളെ പഠിപ്പിക്കണം, വീട് വയ്ക്കണം, കാറ് വാങ്ങിക്കണം, മറ്റ് ജീവിത സൗകര്യം ഉണ്ടാകണം എന്ന് വെച്ച് അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വരുമാനം കുറഞ്ഞു പോകുമല്ലോ, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നേക്കാം എന്ന് പറഞ്ഞ് ഉള്ള നിലപാട് യഥാർത്ഥമായ ദൈവം വിളിച്ച് വേർതിരിച്ച ശുശ്രൂഷകൻ്റെ വെദർ ഇറ്റ് ഈസ് എക്സ് ഓർ വൈ ലക്ഷണമല്ല. രണ്ടാമത് ഞാൻ പറഞ്ഞു,
ഒരു ശുശ്രൂഷകൻ്റെ രണ്ടാമത്തെ ലക്ഷണം അദ്ദേഹം ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായി ഉണ്ടെങ്കിൽ വിശുദ്ധനും വിശ്വസ്തനുമായിരിക്കണം. അപ്പോൾ ഒരു വ്യാജ ഐഡിയിൽ ഒരുത്തൻ രംഗത്ത് വന്നു. അവൻ്റെ പേരും അവൻ്റെ പ്രൊഫൈലും പ്രൊഫൈൽ ലോക്ക് ചെയ്തിരിക്കുകയാണ്. പ്രൊഫൈൽ ലോക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ വരുന്നവരെ ഞാൻ കണക്കാക്കുന്നത് അറിയാവോ? സ്വന്തം വീട് അടച്ചിട്ടിട്ട് അത് ലോക്ക് ചെയ്തിട്ട് അയലോക്കക്കാരൻ്റെ വീട്ടിലേക്ക് ജനാലയിൽ കൂടി എത്തി നോക്കുന്നതുകൊണ്ട് തുല്യമായിട്ടാണ് ഞാൻ അങ്ങനെയുള്ളവരെ കാണുന്നത്. അതുകൊണ്ട് പ്രൊഫൈൽ ലോക്ക് ചെയ്ത ഒറ്റ കള്ളനെയും ഞാൻ സാധാരണ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ സ്വീകരിക്കാറില്ല. നിരവധി അത്തരം കള്ളന്മാർ എൻ്റെ ടൈം ലൈനിലേക്ക് എത്തി നോക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. വന്നാൽ ഉടനെ ഞാൻ അവനെ ബ്ലോക്ക് ചെയ്ത് വിടും. ഇന്ന് രാവിലെ വന്നവനെയും ഞാൻ ബ്ലോക്ക് ചെയ്തു. അത് എഴുതിയത് സഹോദരൻ ഇങ്ങനെ തുടർച്ചയായി ഈ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ നിങ്ങളൊരു മഹാസംഭവമാണെന്ന് നിങ്ങൾ തന്നെ തോന്നുകയാണ്. നിങ്ങൾ ആരെയൊക്കെയോ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഇതെഴുതുന്നത്. എൻ്റെ സഹോദരൻ, ഞാൻ ആരെയും മനസ്സിൽ ധ്യാനിക്കാറില്ല. ഭാര്യയാണെങ്കിൽ എൻ്റെ ഭാര്യയെ മാത്രമേ ഞാൻ ധ്യാനിക്കാറില്ല, മനസ്സിൽ വിചാരിക്കാറുള്ളൂ. ധ്യാനിക്കുന്ന കർത്താവിനെക്കുറിച്ചാണ്, ഭാര്യയെക്കുറിച്ചല്ല. പിന്നെ അയലോക്കത്തെ സ്ത്രീകളെക്കുറിച്ച് ഞാൻ ധ്യാനിക്കാൻ പോകാറുമില്ല. അത് എൻ്റെ പ്രതീതിയാണ്. അപ്പം ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഉള്ളത് പറഞ്ഞാൽ കള്ളന് തുള്ളൽ കയറും എന്ന് പറഞ്ഞ പോലെ ഞാനിത് പറഞ്ഞപ്പോൾ ഇത്രയും തുള്ളലുണ്ടായി. പ്രൊഫൈൽ ലോക്ക് ചെയ്ത് ഒരുവൻ വന്ന് എൻ്റെ ഇതിനകത്ത് ഒരു കമൻ്റ് ഉണ്ടെങ്കിൽ, നിൻ്റെ ജീവിതവശത്ത് നിന്നെ ദൈവം യഥാർത്ഥമായി വിളിച്ചവനല്ല, നീ മനുഷ്യനെ ഭയപ്പെടുന്നവനാണ്, പണക്കോതിയനാണ്, ദ്രവ്യമുണ്ടാക്കുക എന്നുള്ളതാണ് നിൻ്റെ ലക്ഷ്യം, നിൻ്റെ ജീവിതത്തിൻ്റെ വശത്ത് വിശുദ്ധിയിൽ പാളിച്ചയുള്ളവനാണെന്നാണ് നിൻ്റെ കമൻ്റ് കൊണ്ട് നിൻ്റെ അസ്വസ്ഥതയാൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഞാനിത് പറയുന്നെങ്കിൽ, ഞാൻ പെണ്ണു പിടിക്കാൻ പോകുന്നവൻ അല്ലെങ്കിൽ അയോഗ്യമായ ബന്ധത്തിൽ പോകുന്നവനാണെങ്കിൽ ഇത് പറയാൻ ഐ ഹാവ് നോ റൈറ്റ്. എനിക്ക് യാതൊരു റൈറ്റും ഇല്ല. 2, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയേണ്ടടുത്ത് പറയാനുള്ള ആത്മധൈര്യം ഞാൻ കാണിക്കുന്നെങ്കിൽ ദൈവം എന്നെ വിളിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാനങ്ങനെ നിർണ്ണയമുള്ളവനാണ്. അതുകൊണ്ട് ഇന്ന് വരെ ഒരു മനുഷ്യൻ്റെയും മുഖം നോക്കിയിട്ടില്ല. ആരുടെയും പോക്കറ്റിൽ കിടക്കുന്ന പൈസ ഇങ്ങോട്ട് ചാടി വരാൻ വേണ്ടിയുള്ള ഒരു തന്ത്രവും ഇന്ന് വരെയും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അല്ലെങ്കിൽ നീ തെളിയുക ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഞാനത് ചെയ്തിട്ടില്ല. പിന്നെ നീ വ്യാജമായ ഒരു പ്രസ്താവന ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അല്ലെന്ന് നിൻ്റെ മുമ്പാകെ ഞാൻ തെളിയിക്കേണ്ടതായുള്ള ആവശ്യം വരും. അപ്പോഴാണ് നമ്മൾ സാധാരണയായി കോടതിയും ഒക്കെ പോകുന്നത്. അത് പറയുമ്പോൾ പറയും പോകരുത്, അത് തെറ്റാണ്, ഇയാൾ എന്തോ പറഞ്ഞാലും കോടതി പോകുന്നു, അങ്ങനെയൊന്നും പറയുകയില്ല. വ്യാജം പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനനഷ്ടമുള്ള കാര്യമാണ്. അപ്പം മാനനഷ്ടത്തെ ക്വസ്റ്റ്യൻ ചെയ്യും എന്നുള്ളതാണ് വിഷയം വരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത്, ഒരു സുവിശേഷനെ ഒരു സ്ഥലം സഭ വിളിച്ചാൽ ആ ശുശ്രൂഷകന് ആ പ്രാദേശിക സഭയിലെ യാതൊരു പൊളിറ്റിക്സും നേരിട്ട് അറിയാത്തയാളാണ്. അപ്പോൾ അങ്ങനെ അറിയാത്തയാളെന്ന നിലയിൽ അദ്ദേഹം അവിടെ ചെല്ലുക, ദൈവം തന്നെ ഏൽപ്പിച്ച വചന ശുശ്രൂഷ ചെയ്യുക, പരിശുദ്ധാത്മാവിൽ ഉള്ള ശുശ്രൂഷ ചെയ്യുക. അവിടുന്ന് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ദൈവദാസൻ നിലയിൽ വല്ലതും സഭ കൊടുത്താൽ അത് സന്തോഷത്തോടെ വാങ്ങി ദൈവത്തിന് നന്ദിയും പറഞ്ഞ് സഹോദരന്മാരുടെ നന്ദിയും പറഞ്ഞ് പ്രാർത്ഥിച്ചു പോകുക. ഇതിനപ്പുറത്ത് തൻ്റേതല്ലാത്ത, അതായത് തൻ്റെ മാതൃസഭയല്ലാത്ത വേറൊരു സ്ഥലസഭയിൽ ശുശ്രൂഷയ്ക്ക് പോകുന്ന ഒരു ശുശ്രൂഷകന് യാതൊരു ആവശ്യകതയില്ല. മറ്റൊരുത്തൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യേണ്ടവനല്ലൊരു ശുശ്രൂഷകൻ, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യേണ്ടവനാണ്. തെളിവ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം. അവിടെ പൗലോസ് എഫേസോസിൽ നിന്ന് യാത്ര പറയുമ്പോൾ 3 വർഷക്കാലത്തെ തൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം അദ്ദേഹം യെരുശലേമിലേക്ക് പരിശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി പോകുമ്പോൾ അദ്ദേഹം മിലേത്തോസിൽ നിന്ന് മൂപ്പന്മാരെ വിളിച്ചു വരുത്തി. അവരെ പ്രബോധിപ്പിക്കുന്ന പ്രബോധനത്തിൽ ഞാൻ കഴിഞ്ഞ 3 സംവത്സരവും 6 മാസവും ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. അപ്പോൾ അദ്ദേഹം ഈ 3.5 വർഷക്കാലം എഫേസോസിൻ്റെ കഠിനവയലിൽ താമസിച്ചുകൊണ്ട് എഫേസോസിലെ വിശ്വാസികളെ പ്രബോധിപ്പിച്ചത് ദൈവത്തിൻ്റെ ആലോചനയായിരുന്നു. അല്ലാതെ മൂപ്പൻ്റെ ആലോചനയും സഹമൂപ്പൻ്റെ ആലോചനയും സഹവിശ്വാസിയുടെ ആലോചനയും പണം കൊടുക്കുന്നവൻ്റെ ആലോചനയും പിന്നെ വിസ ഗ്രാൻഡ് ചെയ്യുന്നവൻ്റെ ആലോചനയായിരുന്നില്ല, ദൈവത്തിൻ്റെ ആലോചന. അതാണ് ശുശ്രൂഷകൻ ചെയ്യേണ്ടത്. അതല്ലാതെ വേറെ ഒരു പ്രാദേശിക സഭയുടെ ഇൻറ്റേണൽ മാറ്ററുകളിൽ ഒരിക്കലും ഇടപെടാൻ പാടില്ല. എന്നാൽ അങ്ങനെ ഇല്ലാതെ പരിജ്ഞാനമില്ലാതെ സംസാരിക്കുന്ന മൂപ്പന്മാരെന്ന് പറയുന്ന ആളുകളുമുണ്ട്. മൂപ്പന്മാർ എന്നല്ല ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം, മൂപ്പന്മാർ എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യയോട് സംസാരിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ ബ്രദറൻ സഭകളെയും നിയന്ത്രിക്കാനുള്ള അധികാരം ടൈറ്റസിനുണ്ടോ? എനിക്ക് കേരളത്തിലെ ബ്രദറൻ സഭ എന്നല്ല, ഞാൻ പോകുന്ന സഭയെ പോലും നിയന്ത്രിക്കാനുള്ള അധികാരം എനിക്കില്ല. ഞാൻ പോകുന്ന സ്ഥലസഭയിൽ ഞാൻ അവിടെ ചെല്ലുന്നു, ശാന്തമായി അവിടെ ഇരിക്കുന്നു, ദൈവാത്മാവ് എനിക്ക് തോന്നിച്ചാൽ എഴുന്നേറ്റ് വേദഭാഗം വായിക്കുന്നു, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നു, ഞാൻ അവിടുന്ന് പോരുന്നു. ഇതല്ല വേറെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നില്ല. കാര്യം ചെയ്യുന്നത് എനിക്ക് യോഗ്യമല്ലെന്ന് ഉള്ള എൻ്റെ ഉത്തമ ബോധ്യം കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അതിൻ്റെ വിശദീകരണം ആർക്കെങ്കിലും അറിയണമെങ്കിൽ എന്നോട് നേരിട്ട് ബന്ധപ്പെട്ടാൽ മതി, പറയാം. അതൊന്നും സോഷ്യൽ ഫോറത്തിൽ പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി എന്നറിയാമോ?
കേരളത്തിലെ ഒരു പ്രാദേശിക സഭയുടെയും ആന്തരിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എനിക്ക് അവകാശമില്ല. എന്നാൽ കേരളത്തിലെ നല്ല അഖില ലോകത്തുള്ള മുഴുവൻ ബ്രദറൻ സഭയുടെയും ഉപദേശം ഒന്നാണ്. അതായത് ഗൾഫ് രാജ്യങ്ങളിലോ അമേരിക്കയിൽ അയക്കുന്ന ആളുകളിലോ ഇംഗ്ലണ്ടിലോ അയർലൻഡിലോ സ്കോട്ട്ലൻഡിലോ ജർമ്മനിയിലോ ഇന്ത്യയിലോ ലോകത്തിൽ ഏത് രാജ്യങ്ങളിലും വേർപാട് സഭകളുണ്ടെങ്കിൽ ആ വേർപാട് സഭകളുടെ ഉപദേശം ഒന്നാണ്. ഉപദേശത്തിന് വിപരീതമായ നിലയിലുള്ള പ്രായോഗികത കണ്ടാൽ അത് തിരുത്താൻ ഒരു ദൈവദാസ നിലയിൽ എനിക്ക് അവകാശമുണ്ട്. ദൈവം അതാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ വേറൊരു പ്രാദേശിക സഭയുടെ അധികാരത്തിന്മേൽ കൈയിടുകയല്ല. പ്രാദേശിക സഭയുടെ അധികാരത്തിന്മേൽ കൈയിടുന്നത് ഞാനല്ല, ഇവിടുത്തെ ചുമ്മാ പ്രമാണികളാണ്. എന്ന് പറഞ്ഞാൽ പ്രമാണിത്വം എന്ന് പറയും, സെൻട്രലൈസേഷൻ ഇല്ലെന്ന് പറയും, ഞങ്ങളെല്ലാം ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയും. അപ്പോൾ തന്നെ ഈ അൺവാണ്ടഡും അൺസീനുമായിരിക്കുന്ന നിയന്ത്രണങ്ങൾ ചെയ്യുന്ന പ്രമാണപ്പെട്ടവരാണ് മറ്റ് പ്രാദേശിക സഭയുടെ സ്വാതന്ത്ര്യത്തിൽ കൈയിടുന്നത്. ഞാനത് ചെയ്യാറില്ല. ഞാൻ പുറത്തു നിന്ന് പറയുമ്പോൾ സ്ഥലം സഭ സ്വതന്ത്രമാണെങ്കിൽ ആ സ്ഥലം സഭയിൽ ദൈവത്താൽ ആക്കി വയ്ക്കപ്പെട്ട മൂപ്പന്മാരാൽ മാത്രം പരിപാലിക്കപ്പെടുന്നതാണ് പ്രാദേശിക സഭയെന്നും എക്സ്റ്റേണൽ പുറത്തു നിന്ന് അതിലേക്കുള്ള പ്രഹരങ്ങളാലുള്ള ഭരണ രീതിയും പുറത്തു നിന്നുള്ള ശുപാർശകളും ശരിയല്ലെന്നും പറയുന്ന എന്നോട് ഞാൻ ഭരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുന്ന ദൈവവചനം കർത്താവിൻ്റെ മഹത്വത്തിനായും ദൈവജനത്തിൻ്റെ ആത്മീയ അഭിവൃദ്ധിക്കായും മാത്രം ലക്ഷ്യമാക്കി പ്രാദേശിക സഭകളിൽ സംസാരിക്കാൻ നമുക്ക് കഴിയണം. സന്ദർശകരായ ദൈവദാസന്മാർ അങ്ങനെ ചെയ്യാവൂ. ഒരിക്കലും സഹോദരനോട് പറഞ്ഞു, ഇന്നല്ല കുറേ കാലങ്ങൾക്ക് മുമ്പാണ്, ഒരു ദൈവദാസൻ ഒരു പ്രാദേശിക സഭയിൽ ഔട്ട്സൈഡ് ഇന്ത്യ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ചില ആളുകൾ അദ്ദേഹത്തെ തെറ്റായ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു. ഇന്ന് ഇവിടെ ഈ വിഷയം വേണം സംസാരിക്കാൻ. ആ സ്ഥലത്ത് ഏത് വിഷയമാണ് സംസാരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആ സ്ഥലം സഭയിലെ ശുശ്രൂഷകന്മാരോ അവിടുത്തെ മൂപ്പന്മാരോ അവിടുത്തെ വിശ്വാസികൾ ഒരാളോ അല്ലെങ്കിൽ അവിടുത്തെ വേറെ ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ മൂപ്പന്മാരുടെ ഭാര്യമാരോ അല്ല. അത് തീരുമാനിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഒരു സ്ഥലത്ത് ഞാൻ സാധാരണ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഏത് ദൂതാണ് സംസാരിക്കേണ്ടതെന്ന് അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. എൻ്റെ മാതൃക ഞാൻ പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിച്ച ശേഷം പല മെസ്സേജുകൾ എൻ്റെ മനസ്സിൽ വരും. അപ്പോൾ അങ്ങനെ ഒക്കെ വന്ന ശേഷം അത് അവിടെ നിന്ന് ഞാൻ ഒരെണ്ണം ചൂസ് ചെയ്യും. ചില സന്ദർഭങ്ങളിൽ ഞാൻ ചെന്ന് ഈ തയ്യാറായ മെസ്സേജും കൊണ്ട് ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ എന്നോട് ദൈവാത്മാവ് സംസാരിക്കും, ഇന്ന് ആ മെസ്സേജ് അല്ല, ഈ മെസ്സേജാണ് ഇവിടെ സംസാരിക്കേണ്ടത്. അത് മൂപ്പന്മാരോട് പറഞ്ഞല്ല, ദൈവാത്മാവ് എൻ്റെ ഹൃദയം തോന്നും. അപ്പോൾ അതുവരെ ഞാൻ അവിടെ സംസാരിക്കാൻ വേണ്ടി ഒരുക്കിക്കൊണ്ട് പോയ ആ പ്രസംഗം അവിടെ മിണ്ടാതെ അപ്പോൾ ദൈവം തന്ന ആലോചന എഴുന്നേറ്റ് പറയും, അത് ദൈവത്തിന് അനുഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സന്ദർഭങ്ങളും ഉണ്ട്. എന്നാൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളെന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ആലോചനയാണ് പറയേണ്ടത്, കർത്താവ് തന്നിരിക്കുന്ന ദൂതാണ് പറയേണ്ടത്, അല്ലാതെ വേറെ ആരുടെയും ശുപാർശ പ്രകാരമല്ല. പിന്നെ ഒരു ദൈവദാസൻ ഒരു പ്രാദേശിക സ്ഥലസഭ സന്ദർശിച്ചാൽ ഒരു വ്യക്തിയുടെയും പേഴ്സണൽ ആഗ്രഹങ്ങൾക്ക് വശംവദനായി താൻ ശുശ്രൂഷ ചെയ്യേണ്ട ആവശ്യം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം താൻ ദൈവത്തിൻ്റെ ദാസനാണ്. സുവിശേഷകൻ്റെ ശുശ്രൂഷ സാർവത്രികമാകിയാൽ അദ്ദേഹത്തിന് എവിടെയും ചെല്ലുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് ശുശ്രൂഷ അവസരങ്ങൾ നൽകുകയും ചെയ്യുന്നു. താൻ എന്ത് ചെയ്യണം? താൻ ചിലരെ വെറുപ്പിക്കാനോ ചിലരെ സൈഡ് പിടിക്കാനോ ചിലരെ സന്തോഷിപ്പിക്കാനോ ചിലരിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം വാങ്ങാനോ ഉള്ള ബന്ധപ്പാടിൽ താൻ ആരുടെയും ചട്ടുകമായി ശുശ്രൂഷ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ദൈവപ്രമാണം. അതാണ് കർത്താവിൽ നിന്ന് പ്രാപിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർ ചെയ്യേണ്ടത്. അപ്പോൾ കർത്താവായ ദൈവം എൻ്റെ അതിരങ്ങളിന്മേൽ തന്നിരിക്കുന്ന വചനം മാത്രമേ ഞാൻ എന്നോട് അറിയിക്കൂ എന്ന് പറയാനുള്ള നിർണയം ഏതൊരു ശുശ്രൂഷകനും ഉണ്ടായിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ശുശ്രൂഷ വേദികളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടത് വരാം. കഴിഞ്ഞ ചില ദിവസങ്ങൾ തന്നെ എന്നോട് ചില ആൾക്കാർ കംപ്ലൈൻ്റായിട്ട് പറഞ്ഞു, ഞാനറിയാം, അതായത് ശുശ്രൂഷയ്ക്കൊന്നും വിളിക്കണ്ട, കാര്യം മറ്റുള്ളവരുടെ അപ്രീതി എന്തിനാണ് നമ്മൾ സമ്പാദിക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ വാസ്തവമായി ദൈവത്താൽ വിളിക്കപ്പെട്ടവരും കർത്താവിൻ്റെ വേലയ്ക്ക് ആത്മഭാരമുള്ളവരും സമർപ്പിതരുമാണെങ്കിൽ നിങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെയോ, പൗലോസ് എന്താ പറഞ്ഞത് തെസ്സലോനിക്കരോട്, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ അല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്ന് വെച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പോലെ അത്രേ നിങ്ങളോട് സംസാരിച്ചത്. അപ്പം മനുഷ്യരെ പ്രസാദിപ്പിച്ചിട്ട് പറയേണ്ടത് പറയാതിരിക്കുന്നത് പാപമാണ്. നമ്മൾ സാധാരണ ഈ പരസ്യോത്രമൊക്കെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്, ചെയ്യരുതെന്ന് അരുൾ ചെയ്തതൊക്കെയും ചെയ്തില്ല ചെയ്യേണ്ട ഒന്നുമേ. ഈ ഹൈന്ദവ സന്ധ്യാകീർത്തനങ്ങൾ നാമകീർത്തനങ്ങൾ പറയുന്നതാണ്, ചെയ്യരുതെന്ന് അരുൾ ചെയ്തതൊക്കെയും
ചെയ്തില്ല ചെയ്യേണ്ടതൊന്നുമേ, ഏവം ഈ വണ്ണം പാപിയായി തീർന്നു ഞാൻ, സച്ചിദാനന്ദ ദേവ നമസ്തുതേ. ചെയ്യാൻ പറഞ്ഞു ഒന്നും ചെയ്തില്ല. 2, ചെയ്യരുതെന്ന് പറഞ്ഞതെല്ലാം ചെയ്തു. ഇതിനെയാണ് നമ്മൾ 32-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ ലംഘനം പാപം എന്ന വാക്കിൽ പറയുന്നത്. ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ചെയ്യാതിരിക്കുന്നത് പാപം, ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യുന്നത് ലംഘനം. അപ്പോൾ ഇത് രണ്ടും ചെയ്ത് ഞാൻ പാപിയായി തീർന്നു ദൈവമേ എന്നാണ് ഇവർ പറയുന്നത്. അതല്ലയോ വേദോത്സവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ ദൈവം പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ ഭയപ്പെടുക. 2, ദൈവപക്ഷത്ത് നിൽക്കുക. 3, മുഖപക്ഷം കാണിക്കാതിരിക്കുക, ആരുടെയും മുഖം ആദരിക്കാതിരിക്കുക, സംസാരിക്കാനുള്ളത് സംസാരിക്കുക. അങ്ങനെ വരുമ്പോൾ 1,00,000 ബുൾപിറ്റിൽ ഇവിടുത്തെ മൗനവാദികൾ പ്രസംഗിച്ച് കാശ് വാങ്ങിച്ചാലും സത്യം സംസാരിക്കുന്നവനെ അവിടുത്തെ ഒരു സൺഡേ സ്കൂൾ മീറ്റിങ്ങിന് പോലും വിളിച്ചില്ല എന്ന് വരാം. ഇന്നലെ ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഈ കഴിഞ്ഞ 130 വർഷക്കാലവും ഉള്ള നമ്മുടെ ഇതിലെ ശുശ്രൂഷകളിൽ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 10-40 കൊല്ലങ്ങളായി പൊതുവേദികൾ കൈകാര്യം ചെയ്തുകൊണ്ട് ശവസംസ്കാരത്തിനും വീട് കൂതാശയ്ക്കും കൺവെൻഷനും ക്യാമ്പുകൾക്കും ഫാമിലി കോൺഫറൻസുകൾക്കും സൺഡേ സ്കൂളിനും BBSനും ബാലസംഘത്തിനും YMEFനും പിന്നെ ആ മാസത്തിൽ നടത്തുന്ന 4-5 ക്ലാസ്സുകൾക്കും എല്ലാം സ്ഥിരം കുറ്റികളായി വിളിച്ച് പ്രസംഗിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കൊണ്ട് നിങ്ങൾ വരുത്തി പ്രസംഗിപ്പിച്ചിട്ടും കേട്ട നിങ്ങൾക്കോ സംഘടിപ്പിച്ച നിങ്ങൾക്കോ ഏതെങ്കിലും മനോഭാവത്തിലോ കാഴ്ചപ്പാടിലോ ഹൃദയസ്ഥിതിക്കോ എന്തെങ്കിലും വ്യത്യാസം അതിനുണ്ടോ? വ്യത്യാസം വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഈ മുഴുവൻ പ്രയത്നവും വ്യർത്ഥം, നിങ്ങളുടെ ചിലവഴിച്ച പണവും വ്യർത്ഥം, സമയവും വ്യർത്ഥം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സഹോദരനോട് നിങ്ങൾക്ക് വ്യക്തിപരമായിരുന്ന ഒരു വിരോധമുണ്ട്, അല്ലെങ്കിൽ അഭിപ്രായമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് വരെയോ അല്ലെങ്കിൽ അവനോ നിങ്ങളോ മരിക്കുന്നവരെയോ അവനോട് യാതൊരു ഹൃദ്യതയും കാണിക്കാതെ ഒരു ശത്രുവിനെ പോലെ അവനെ കാണുകയും അവനെ 7 അയൽവക്കത്ത് അടുപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് നിൻ്റേതെങ്കിൽ, നീ ദൈവദൂതനെ സ്വർഗത്തിൽ നിന്ന് വരുത്തി 4 ആഴ്ചത്തെ ക്ലാസ് എടുത്താലും 40 കൊല്ലം പഠിച്ചാലും ആ ക്ലാസ് കൊണ്ട് ഒരു പ്രയോജനം നിനക്കും ഉണ്ടാകുന്നില്ല, നിൻ്റെ സഭയ്ക്കും ഉണ്ടാകുന്നില്ല. എന്താ കാരണം? നിൻ്റെ ആറ്റിറ്റ്യൂഡിന്, മനോഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. മാറ്റം വരാത്ത മനോഭാവം കൊണ്ട് നീ എത്രമാത്രം ഈ ശുശ്രൂഷ ചെയ്താലും പായൽ തൂത്ത് മാറ്റി കഴുകി വെടിപ്പാക്കാത്ത ഭിത്തിയിന്മേൽ അല്ലെങ്കിൽ മതിലിന്മേൽ ഏഷ്യൻ പെയിൻ്റ് അടിക്കുന്ന പോലെ ഉള്ളൂ. വെയിൽ വരുമ്പോൾ അത് പൊളിഞ്ഞു പോരും. അതാണ് പ്രത്യേകത. അതാണ് ഇന്ന് സംഭവിക്കുന്നത്. അതുകൊണ്ട് ദൈവദാസന്മാരായ ശുശ്രൂഷകന്മാർ അവർ ഏത് സ്ഥലത്ത് ശുശ്രൂഷ ചെയ്താലും ശുശ്രൂഷിക്കേണ്ടത് എങ്ങനെയാണ്? അവർ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നതല്ലാതെ ആരുടെയെങ്കിലും വ്യക്തിപരമായ ശുപാർശകൾ കൊണ്ട് ഒരു പ്രസംഗം അവതരിപ്പിച്ച് ചിലരെ പ്രീതിപ്പെടുത്തുവാനും ചിലരുടെ വിരോധം സമ്പാദിക്കാനും കാരണമാകാതെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചു. അതാണ് യുവാവായിരുന്ന തിമോത്തിയോസിന് അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലെ ശുശ്രൂഷയ്ക്കായി അദ്ദേഹത്തെ നിയോഗിച്ച ശേഷം റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് തിമോത്തിയോസ് എഴുതുമ്പോൾ അദ്ദേഹം പറയുകയാണ്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. 2, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ലേഖനം എഴുതി കഴിഞ്ഞപ്പോൾ ചില ഉപദേശിമാരുടെ തൊഴിലധിഷ്ഠിതമായ അവരുടെ പേരുകൾ കൊണ്ട് ഒരു ലേഖനം എഴുതി. അത് ചിലർക്കൊക്കെ ഒരു പ്രയാസമായി. എന്നാൽ ഒരാൾ വന്ന് എഴുതി, ഇതിൻ്റെയൊക്കെ അടിയിൽ പറയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാനത് ആഗ്രഹിക്കുന്നില്ല, തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആരെ ആക്ഷേപിക്കാനോ ആക്ഷേപ്യമായോ അല്ല ഞാനത് എഴുതിയത്. ഞാനത് ഹൃദയങ്ങളിൽ അത് ചിന്തിക്കട്ടെ എന്ന് വെച്ചുകൊണ്ടാണ്. സുവിശേഷ ബലിയുടെ പരമമായ ലക്ഷ്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് ആത്മാക്കളെ കർത്താവിനെ നേടുക എന്നുള്ളതാണ്. സഭ പണിയുക എന്നുള്ളത്. സഭയെന്ന് പറയുമ്പോൾ ഇവിടെ 600,000 സഭകളുണ്ട്. അത് ഏത് സഭയാണ്? ഇപ്പം ഞാൻ വേർപാട് സഭയിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ സുവിശേഷം പറഞ്ഞ് ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ ഞാൻ എൻ്റെ കാഴ്ചപ്പാടും വിശ്വാസവും അനുസരിച്ച് ഞാൻ ഫെലോഷിപ്പ് ചെയ്യുന്ന കൂട്ടായ്മയിലേക്ക് അദ്ദേഹം ക്ഷണിക്കും. അതെൻ്റെ ആഗ്രഹം. എന്നാൽ അദ്ദേഹത്തെ പിടിച്ചു വലിച്ചുകൊണ്ട് വരാൻ എന്നോട് സാധിക്കില്ല. അതൊക്കെ ദൈവാത്മാവിനെ പഠിപ്പിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഞാൻ പ്രഥമത പറയാം, ദാറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. എൻ്റെ ആഗ്രഹവും അങ്ങനെയാണ്. എന്നാൽ അങ്ങനെ വരുമ്പോൾ പെന്തക്കോസ്തുകാരനാണെങ്കിൽ അവനും അങ്ങനെ തന്നെ ചെയ്യും, അവരുടെ സഭയിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ആക്ഷേപം ഉന്നയിക്കുകയോ ചെയ്യല്ല. എന്നാൽ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുകയാണ് ചെയ്യുന്നത്. അത് പറയുമ്പോൾ തുള്ളലുണ്ടാകുന്നെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ വശത്ത് കുഴപ്പമുണ്ടെന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഞാൻ ജീവിത വിശുദ്ധിയെക്കുറിച്ച് എഴുതിയാൽ അവൻ മറഞ്ഞിരുന്ന് ലോക്ക് ചെയ്തേച്ച് ഈ വ്യക്തിപരമായി ആക്ഷേപിക്കുക, ആളുകളെയൊക്കെയോ ആരുടെയൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ട് ആക്ഷേപത്തിലാണ് ഇത് എഴുതുന്നത് ചോദിച്ചാൽ, എനിക്ക് ആരെയും പൂജിക്കാൻ ഇവിടെ എന്താ ആവശ്യം?
അതിനാണ് ഞാൻ പറഞ്ഞത്, പണ്ടൊരിക്കൽ എന്നോട് ഒരുത്തൻ പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്കും എനിക്കും എതിരായിട്ട് എഴുതിയിടുമെന്ന്. ഞാൻ അവനോട് പറഞ്ഞ വർത്തമെന്ന് അറിയാവോ, നിനക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഉള്ള കാര്യവും തെളിയിക്കാൻ കഴിയുന്നത് മാത്രമേ നീ എഴുതാവൂ. അല്ലാത്ത എഴുതി കഴിഞ്ഞാൽ നിൻ്റെ ആയുസ് മുഴുവൻ പണ്ട് ആശാരിയോദിച്ച് പറഞ്ഞ പോലെ നീ കോടതി വരാന്തി കയറി നിരങ്ങി നിൻ്റെ ഇടപാട് തീരുമെന്ന് ഞാൻ പറഞ്ഞു. കാരണം അറിയാമോ, ഞാനത് വിശ്വസിക്കും. ദൈവവഴി പ്രകാരം ഈ തോന്നിയാഭാസങ്ങൾ പറയുകയും അധിക്ഷേപിക്കുകയും ചെയ്താൽ അവൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ സഭകളില്ലല്ലോ, സഭയിലും ആരുമില്ലല്ലോ. കാര്യം എല്ലാം സൈഡ് പിടുത്തക്കാരല്ലേ. അപ്പോൾ അവൻ്റെ ദോഷം ചെയ്യുന്നവൻ്റെ ശിക്ഷയ്ക്ക് വേണ്ടി ദൈവത്താൽ നിയോഗിതനായിരിക്കുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷകൻ, ഡീക്കൻ ആണ്, മിനിസ്റ്ററാണ്, ജഡ്ജി എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ആയുസ് മുഴുവൻ അങ്ങ് നിരങ്ങണ്ടായിരുന്നു. പക്ഷേ